മുഴുത്തൊരെണ്ണമെന്ന് വീഴുന്നുണ്ട് സാംസ്കാരിക നഗരിയിൽ. ആ തൃശൂരിൽ രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ലാത്ത രാവണൻ കോട്ടകളിൽ ഒരു ചേച്ചി പേടിക്കാതെ പറഞ്ഞതാണ്, എന്റെ അഡ്രസ്സിൽ ഞാൻ അറിയാതെ ചേർത്തത് 9 കള്ളവോട്ടാണ്. അതിലൊന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഡ്രൈവർ അജയകുമാർ. ഉടായ്പെന്ന് പറഞ്ഞാൽ പോരാ, ഫോർജറിയാണ്, കുറ്റവാളിപ്പണി. കേസെടുക്കാൻ കേരള പോലീസിന് പേടി എന്തിനാ? മുട്ടുപറയുണ്ടോ? IMB-യുടെ സഹോദരന്റെ കുടുംബം, വീട്ടിലെ വളർത്തുപട്ടി ഉണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കി എല്ലാവരും RSS നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, എവിടെയൊക്കെയോ പ്രവർത്തകർ ദേശാടന കിളികൾ പോലെ പറന്നുവന്ന് കാര്യസാധ്യം പൂർത്തിയാക്കി ഉടായ്പ വഴിയിൽ മണ്ടി പറന്നുവെന്നാണ്. അധർമ്മ വഴികളിൽ, അധമപ്പണികളിൽ കേന്ദ്രത്തിലേക്ക് ഫ്ലൈറ്റ് എടുത്തുവെന്ന ആരോപണത്തിന് വ്യാജ വോട്ട് കണ്ടുപിടിച്ചെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ എന്ന് സുരേന്ദ്രന്റെ നിലവാരം കെട്ട മറുപടി മതിയാവില്ല. കമാന്ന് മിണ്ടാട്ടമില്ലാത്ത കേന്ദ്രമന്ത്രിയുടെ ഒളിച്ചോട്ടം നാണക്കേട് BJPക്കല്ല, കേരളത്തിലാണ്, ഈ രാജ്യത്തിനാണ്. ഇല്ലാത്ത മറുപടിയിൽ മധ്യപ്രവർത്തകരുടെ കയ്യേറ്റം ചെയ്യൽ, താടിയിലെ പൂടമറിച്ച് കാണിച്ച് ഷോ ഓഫ് അടക്കം കാട്ടിക്കൂട്ടിൽ എന്തൊക്കെയാണ്? എന്തെങ്കിലും പറ സാറേ. ആ വോട്ട് തട്ടിപ്പാരോണത്തിൽ 2 വാക്ക്. ധർമ്മസ്ഥലയിലെ അസ്ഥികൂടം കണക്കെ പൂച്ചപൂച്ചം ദേശീയ മാധ്യമങ്ങൾ വായിലങ്ങ് പിരിവെട്ടിയിരിപ്പാണെങ്കിലും ആ രാഹുൽ പ്രഹരത്തിൽ മറുപടിയില്ലാത്ത 6ാം നാൾ ഏതോ കാലത്തെ 80-ലെ ജാതകവും പൊക്കിപ്പിടിച്ചാണ് ഉത്തരമുട്ടിയ വെപ്രാളപ്പണി. ആ വാട്ടവോട്ടറെ കൊഞ്ഞനം കുത്തിൽ അടങ്ങിക്കോണം രാഹുലും സംഘവും, ഇല്ലെങ്കിൽ ദേശ് കെ ഗദ്ദാർ എന്നൊക്കെ പറഞ്ഞ് താക്കൂർ സാർ പഴയ വെറുപ്പിന്റെ തോക്കെടുത്ത് ഇറങ്ങും. ഉളുപ്പില്ലാത്ത വിഷം തുപ്പും ഗോലിമാരോ സാലോം ഗോ.